നാളെ ഉച്ചയ്ക്ക് വായു ഭക്ഷിക്കാമെന്ന അമ്മയുടെ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പതറിയ ഞങ്ങൾ നേരെ പോയത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഉച്ചയ്ക്ക് ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബിരിയാണി അരി എടുത്തു. നമ്മൾ ദേണ്ടേ എത്ര kg ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ വേണ്ടതെല്ലാം എടുത്ത് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകും. അങ്ങനെ ദേണ്ട ബില്ലും പേ ചെയ്ത് സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ നേരെ ദേണ്ട വീട്ടിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ ദേണ്ട എൻ്റെ കണ്ണവിടെ ഉടക്കി ഷവർമ്മ. അങ്ങനെ ദേണ്ട ഹൈദരാബാദ് വന്നിട്ട് ഇവിടുത്തെ ഷവർമ്മ കഴിച്ചില്ലെങ്കിൽ ഷവർമ്മയുടെ ഫാമിലിക്ക് തന്നെ എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ 3 ഷവർമ്മ ഓർഡർ ആക്കി കേട്ടോ. പാഴ്സലാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൽ നിന്നപ്പം ആദൂൻ്റെ മുട്ടായി മാമൻ കഴിച്ചെന്നും പറഞ്ഞ് അവിടെ വലിയൊരു വഴക്കായിരുന്നു. യുദ്ധം ഒഴിവാക്കി ഞാൻ രണ്ടിനെയും പിരിച്ചു വിട്ടു. അങ്ങനെ തന്നെ ഷവർമ്മ മേക്കിംഗ് ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുണി കഴുകി ഉണക്കാനിടുന്ന പോലെയാണ് പുള്ളിക്കാരൻ അതൊക്കെ ഉണ്ട് നിരത്തി അങ്ങോട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെച്ചീസും ചിക്കനും മയോണൈസും ഒക്കെ ഇട്ട്. ഇവിടുത്തെ മയോണൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. ഭയങ്കര കട്ടിക്കാണ് അവർ തരുന്നത് കേട്ടോ. നാട്ടിലെ പോലെ അത്ര ലൂസൊന്നും അല്ലേ. അങ്ങനെ വേണ്ട എല്ലാം റോൾ ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പുള്ളി ദേ അകത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അന്നേരത്തേക്ക് വേണ്ട തിന്ന മുട്ടായി തുപ്പടാന്നും പറഞ്ഞിട്ട് മാമനെ ഭീഷണിപ്പെടുത്തുകയാണ് അത്. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് അവൻ തന്നെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്താ അല്ലേ, അപ്പം നാട്ടുകാരുടെ അവസ്ഥയോ അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ദേ ഇങ്ങനെ ഒരു മോണിനെയും കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് നാണ്ട നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ.